സുഹൃത്തെ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇന്ന് 1 കോടി രൂപ തന്നാൽ സന്തോഷമുണ്ടാകുമോ? തീർച്ചയായിട്ടും സന്തോഷിക്കും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നാളെ രാവിലെ നിങ്ങൾ ഉണരില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ 1 കോടി രൂപയ്ക്ക് എന്ത് വിലയുണ്ട്? ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. നമ്മൾ പാവപ്പെട്ടവരല്ല. നമ്മൾ നമ്മുടെ കൈവശമുള്ള ഏറ്റവും വലിയ സമ്പത്ത് തിരിച്ചറിയാത്തവരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ചിലർ ജീവിതം മുഴുവൻ പോരാടിക്കൊണ്ടിരിക്കുകയും മറ്റു ചിലർ ഒരേ സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന് വിജയിക്കുകയും ചെയ്യുന്നത്? ഇവരുടെ വ്യത്യാസം ബാങ്ക് അക്കൗണ്ടിലല്ല, അത് അവരുടെ മനസ്സിലാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സത്യം ഞാൻ പറയാൻ പോകുന്നു. പാവപ്പെട്ടവരുടെ മനസ്സും സമ്പന്നരുടെ മനസ്സും തമ്മിലുള്ള 7 രഹസ്യ വ്യത്യാസങ്ങൾ. അതിൽ അവസാനത്തെ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിയേക്കാം. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ. കാരണം നിങ്ങൾ സമ്പന്നനാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് സമ്പന്നമാകണം. എന്തുകൊണ്ടാണ് ചിലർക്ക് അവസരങ്ങൾ പണമായി മാറുന്നതെന്നും മറ്റു ചിലർക്ക് അവസരങ്ങൾ പ്രശ്നങ്ങളായി തോന്നുന്നതെന്നും നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ കാര്യമാണ് പുവർ മൈൻഡ് സെറ്റ്. എപ്പോഴും ചിലവിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് മൂല്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. ഉദാഹരണം, ഒരു പുസ്തകം വാങ്ങാൻ 500 രൂപ ചിലവാകുമെന്ന് ചിലർ ചിന്തിക്കും. പക്ഷേ മറ്റേയാൾ ചിന്തിക്കുന്നത്, ഈ പുസ്തകം എൻ്റെ ജീവിതത്തിൽ എത്ര മൂല്യം കൂട്ടും? സമ്പന്ന മനസ്സ് വില നോക്കുന്നതിന് മുൻപ് മൂല്യമാണ് നോക്കുന്നത്. ഇനി അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ദിവസത്തിൽ 24 മണിക്കൂർ തന്നെയാണ് ലഭിക്കുന്നത് അല്ലേ? പക്ഷേ ചിലർ ഈ ഒരു സമയത്തെ മുഴുവനും പണത്തിനായി ചിലവഴിക്കുന്നു. മറ്റു ചിലരാണെങ്കിലോ അവരുടെ സമയം കൂടുതൽ സ്വതന്ത്രമാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും കഴിവുകളും നിർമ്മിക്കുന്നു. ചോദ്യം ഇതാണ്: നിങ്ങൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യുകയാണോ, അല്ലെങ്കിൽ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടോ? ഇനി അടുത്ത കാര്യമാണ്, റിച്ച് മൈൻഡ് സെറ്റ് എപ്പോഴും അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ പുവർ മൈൻഡ് സെറ്റ് സുരക്ഷ തേടിക്കൊണ്ടിരിക്കും. ഇത് സുരക്ഷിതമാണോ? പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും? ഇതാണ് പലരുടെയും ആദ്യത്തെ ചിന്ത. പക്ഷേ വിജയിച്ചവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വിജയിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ ഈ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചാൽ അതിൽ ഞാൻ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് ആദ്യം തന്നെ ഉണ്ടാകും. ഇനി അവർ ഒരു ശ്രമത്തിൽ വിജയിച്ചില്ലെങ്കിൽ ആ വിജയത്തിലേക്ക് എത്തിപ്പെടാനുള്ള മറ്റൊരു ശ്രമം അവർ കണ്ടുവച്ചിട്ടുണ്ടാകും. 4ാമത്തെ കാര്യം, പുവർ മൈൻഡ് സെറ്റ് എപ്പോഴും പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമ്പന്ന മനസ്സ്, അതായത് റിച്ച് മൈൻഡ് സെറ്റ്, അതിനുള്ള പരിഹാരങ്ങൾ കാണും. ഒരു മഴ പെയ്യുന്ന സമയത്ത് ചിലർ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റൊരാൾ ആ സമയത്ത് കുടകൾ വിൽക്കാൻ തുടങ്ങും. ഓരോ പ്രശ്നത്തിൻ്റെ പിന്നിലും ഓരോ അവസരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഈ അവസരങ്ങളെ കൃത്യമായി ആസൂത്രണത്തോടെ വിനിയോഗിക്കുന്നവനാണ് ഏറ്റവും ശക്തിമാൻ. പുവർ മൈൻഡ് സെറ്റ് മറ്റുള്ളവർ വിജയിക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ സമ്പന്ന മനസ്സ് പറയും, അവനിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാനുണ്ട്? ഇനി അടുത്തത് പാവപ്പെട്ട മനസ്സ്, അതായത് പുവർ മൈൻഡ് സെറ്റ് പെട്ടെന്നുള്ള സന്തോഷത്തെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സമ്പന്ന മനസ്സ് ദീർഘകാലത്തെ നേട്ടമാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇന്ന് 1000 രൂപ ചെലവഴിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ അത് നിക്ഷേപിച്ച് അതുകൊണ്ട് നമ്മുടെ ഭാവി നിർമ്മിക്കുക എന്നുള്ളത് കുറച്ച് ക്ഷമ ആവശ്യപ്പെടുന്ന കാര്യമാണ്. വിജയത്തിൻ്റെ രഹസ്യം പലപ്പോഴും വൈകിയ സന്തോഷം സ്വീകരിക്കാനുള്ള കഴിവിലാണ്, അതായത് ക്ഷമയിലാണ്. ഇനി അവസാനത്തേതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, റിച്ച് മൈൻഡ് സെറ്റ് എങ്ങനെ കഴിയും എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുവർ മൈൻഡ് സെറ്റ് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറാൻ. എനിക്ക് കഴിയില്ല എന്ന ചിന്ത എല്ലാ വാതിലുകളും അടയ്ക്കും. എങ്ങനെ കഴിയും എന്നുള്ള നിങ്ങളുടെ ആ ഒരു ചോദ്യം പുതിയ വഴികൾ തന്നെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും. ഓർക്കുക, സമ്പന്നനാകുന്നത് ബാങ്കിലെ പണത്തിൻ്റെ അളവല്ല, അതൊരു ചിന്താരീതിയാണ്. ഒരു ദിവസം കൊണ്ട് ആരും കോടീശ്വരനാകില്ല. പക്ഷേ ഒരു ദിവസം കൊണ്ട് ഒരു പുതിയ ചിന്താരീതി നിങ്ങൾക്ക് ആരംഭിക്കാം. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ പുവർ മൈൻഡ് സെറ്റോടെയാണോ അല്ലെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റോടെയാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട വ്യത്യാസം എന്താണ്?
കമൻറ്റിൽ എഴുതൂ. ഞാൻ എൻ്റെ ചിന്താരീതി മാറ്റാൻ തയ്യാറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എംപവർ യു എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ജീവിതം മാറുന്നത് സാഹചര്യങ്ങൾ മാറുമ്പോഴല്ല, ചിന്തകൾ മാറുമ്പോഴാണ്. ശുഭാംസ്തു.